ചവിട്ടിൽ. ആ എടാ ഷീജാൻ, ഷീജാനേ ഇങ്ങോട്ട് വാടാ. ഷീജാനേ ഇങ്ങോട്ട് വാടാ. വാടാ ഷീജാൻ, ഇങ്ങോട്ട് വന്നാടാ ഷീജാൻ. ഇതാണ് കൊക്കോയ്ക്കകത്തെ കുരു. ഈ സാധനമാണ് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കുന്നത്. ഇത് ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ കൊക്കോയ്ക്ക പിന്നെ കാഡ്ബറീസിനകത്തും പിന്നെ എന്താ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ ചേർക്കുന്നത്. ഇതല്ലേ ഇത് ഇതുപോലത്തെ വയലറ്റ്
കളറായിരിക്കും. ഇത് ഇപ്പം ശരിക്കും കാണാമെന്ന് വിചാരിക്കുന്നു ഈ സംഗതി. ഇതാണ് അതിൻ്റെ കുരു. ഇത് കുരു ഇതിൻ്റെ അകം കടിച്ചു പൊട്ടിച്ചാ ഇതുപോലെ നീല നിറത്തിയിരിക്കും. അതുപോലെ നീല നിറത്തിയിരിക്കും. അത് കൊക്കോക്കായ. ഇതാണ് കൊക്കോക്കായ. കൊക്കോ കാഡ്ബറീസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്തെ കുരുവാണ് കൊക്കോ കാഡ്ബറീസ് ഉപയോഗിക്കാൻ എടുക്കുന്നത്. പിന്നെ കാപ്പി ഇറ്റാത്ത് ചേർക്കാൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇതുകൊണ്ട്. അപ്പോൾ ഇതിനകത്തെ കുരുവാണ്, അത് ഉണക്കി പൊടിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കൊക്കോക്ക നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഇതുപോലെ പഴമായിരിക്കും. ആ സമയത്താണ് നമ്മളിത് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പറിക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പറിക്കാനുണ്ടാവും. അപ്പോഴത്തേക്കും ബാക്കി പച്ചയൊക്കെ പഴുക്കും. അപ്പം ഇനി പറിച്ചിട്ടല്ല, ഇനി പെറുക്കിക്കൊണ്ട് പൊട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ കൊക്കോയ്ക്ക് ഇന്നത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 രൂപയേ ഉള്ളൂ. ഇന്നലെ 90 രൂപ ഉണ്ടായിരുന്നു. ഇന്ന് 5 രൂപ കുറഞ്ഞു. അപ്പം 85 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇനി അതിലും താഴ്ന്നതിന് മുമ്പ് ഈ കൊക്കോ ബാക്കിയും കൂടെ പൊട്ടിച്ച് ഇന്ന് കൊണ്ട് കൊടുക്കണം. പണിയോട് പണി ഇറങ്ങി ഇന്നത്തെ മേലാദായം കൊക്കോ പറിച്ച് കഴിഞ്ഞു. എല്ലാം കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ച് കൊണ്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊക്കോ ഒക്കെ പറിച്ച് പൊട്ടിച്ചത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 4-5 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. 5-6 കിലോ കാണുമായിരിക്കും. അപ്പോൾ അത് കൊടുക്കാൻ പോവാണ്.